പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നാട്ട് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലൂടെ അതിൻ്റെ 22-ാമത്തെ വാക്യം. ഈ ഇസ്രായേൽ മക്കൾ ചെങ്കടലൊക്കെ കടന്നു വരികയാണ്. ആ ഭാഗങ്ങൾ അറിയാമല്ലോ. അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിപ്പിച്ചു. അവരെവിടെ ചെന്നു? ശൂർ മരുഭൂമി ചെന്നു. എത്ര ദിവസം? 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. അതൊരു വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഈ അളക്കുന്ന അളവിൽ എന്ത് ചെയ്യും? അളക്കുന്ന അളവിൽ അളക്കപ്പെടും. അങ്ങനെ വാക്യമുണ്ടല്ലോ, അളക്കുന്ന അളവിൽ അളക്കപ്പെടും. ശൂർ മരുഭൂമി കൂടി എത്ര ദിവസം നടന്നു? 3 ദിവസം. ഇതിൻ്റെ കാര്യം എന്തായിരിക്കും? ശൂർ മരുഭൂമി എത്ര ലക്ഷം ജനം കാണുമെന്നാണ് പറയുക? പുരുഷന്മാരെത്ര? ആരോ പറ. പുരുഷന്മാർ 6 ലക്ഷം. ടോട്ടലി കണക്ക് കൂട്ടുമ്പോൾ സാധാരണ പറയുന്നൊരു കണക്കുണ്ട്, ഏകദേശം 30 ലക്ഷം അല്ലേ? 30 ലക്ഷം അല്ലേ? പക്ഷേ 30 ലക്ഷം എന്നൊക്കെ പറയാറുണ്ട്. 30 ലക്ഷം പേരെങ്കിലും ഉണ്ടെന്നൊക്കെ പറയാം. ഇത്രയും ജനം എത്ര ദിവസം നടന്നു? 3 ദിവസം. അതിനൊരു കാരണമുണ്ട്. ഈ പിള്ളേരുടെ വല്യമ്മച്ചി ഒരാളുണ്ടായിരുന്നു. അമ്മച്ചിയുടെ പേര്, ഈ കറങ്ങുന്ന 30 ലക്ഷത്തിൻ്റെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ പേര് എലിയമ്മയോ? അത് നമ്മുടെ അമ്മച്ചി. അമ്മച്ചിയുടെ പേര് സാറ ഹാഗാറിനെ ഇറക്കി വിട്ടത് ഏത് മരുഭൂമിയിലോട്ടാണ്? ശൂർ മരുഭൂമിയിലോട്ടാണ്. അതുകൊണ്ട് കൊച്ചുമക്കൾ 30 ലക്ഷത്തെ എത്ര ദിവസം നടത്തി? 3 ദിവസം. വളരെ സൂക്ഷിക്കണേ, വളരെ സൂക്ഷിച്ച് ഇറക്കിയൊക്കെ വിടാവും, വളരെ സൂക്ഷിച്ച് കണ്ണീര് വീഴ്ത്താവും, വളരെ സൂക്ഷിച്ച് നമ്മൾ കണ്ണീരൊക്കെ വീഴ്ത്താവും. കണ്ണീര് വീഴ്ത്തത് തന്നെ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ആരുടെയും കണ്ണീര് വീണാൽ 3 ദിവസമാണ് കറങ്ങിയത്. എത്ര എണ്ണമാണ്? ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ജോസഫിനെ ഇസ്ഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ ആരെ ഇറക്കി വിട്ടു? ഇസ്മായിലിനെ ഇറക്കി വിട്ടോ? ഒരപ്പവും ഇച്ചിരി തുരുത്തി വെള്ളമൊക്കെ ആയിട്ട് ഇറക്കി വിട്ടോ? എത്ര വയസ്സ് കാണും ഇസ്മായിലിന്? ഇസ്മായിലിൻ്റെ വയസ്സ് അന്നേരം ഇറക്കി വിടുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു 16-ാം അധ്യായത്തിൽ. അപ്പോൾ അബ്രഹാമിന് 86 വയസ്സായപ്പോൾ ആര് ജനിച്ചു? ഇസ്മായിൽ. 100-ാം വയസ്സിൽ ആര് ജനിച്ചു? ഇസ്ഹാക്ക് ജനിച്ചു. 86 വയസ്സുള്ളപ്പോൾ ഇസ്മായിൽ. 86-ഉം 14-ഉം 100. പാലുകൂടി മാറിയ ദിവസം ഇറക്കി വിടുന്നത്. പാലുകൂടി മാറുന്ന 3 വയസ്സിലാണ്. 14-ഉം 3-ഉം 17. 17-ാമത്തെ വയസ്സിൽ ആരെ ഇറക്കി വിട്ടു? ഇസ്മായിലിനെ. ജോസഫ് മിസ്രൈമ കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുമ്പോൾ വയസ്സ് 17. ഉൽപ്പത്തി പുസ്തകം 37. 17 വയസ്സ്. 17 വയസ്സുള്ള കൊച്ചുമോൻ പോകാൻ കാര്യം എന്താ? 17 വയസ്സുള്ള കൊച്ചുമോൻ പോകാൻ കാര്യം എന്താ? 17 വയസ്സുള്ള ഇസ്മായിലിനെ അമ്മച്ചി എന്ത് ചെയ്തു? യാതൊരു ദാക്ഷിണ്യം കാണിക്കാതെ എന്ത് ചെയ്തു? ഇറക്കി വിട്ടു. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. വെറുതെ കെട്ടിവെപ്പൊന്നും മേടിക്കാതിരിക്കാൻ വളരെ സൂക്ഷിക്കണേ. വെറുതെ എന്തും മേടിക്കരുത്, കെട്ടിവെപ്പൊന്നും മേടിക്കരുത്. അത് വളരെ ഗൗരവമായിട്ട് ഓർക്കപ്പെടേണ്ട കാര്യമാണ്. ആരുടെയും കണ്ണീര് നമ്മുടെ മേൽ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ ദൈവദാസന്മാരുടെ കണ്ണീര് വീഴാതിരിക്കാൻ വളരെ ഗൗരവമായിട്ട് സൂക്ഷിക്കണേ. കാരണം അതൊക്കെ അത്ര നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. അതാണ് വേദവസം നമ്മളെ പഠിപ്പിക്കുന്നതും അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് നോക്കൂ, ഇതിൻ്റെ ഒരു പാരമ്പര്യം അങ്ങനെയൊക്കെയാണ്. എങ്കിലും ശൂർ മരുഭൂമി കൂടെ അവർ 3 ദിവസം വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടു. അവിടെ എവിടെ ചെന്നു? മാറായി ചെന്നു. അവിടുത്തെ ദിവസം എന്തായിരുന്നു? അവിടുത്തെ വെള്ളം കയ്പുള്ളതായിരുന്നു. മാറായിലെ വെള്ളം കയ്പുള്ളതായിരുന്നു. അങ്ങനെ അവർ കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. അവരൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം എന്തായി തീർന്നു? മധുരമായി തീർന്നു. അതുകൊണ്ട് ദൈവം അവരോട് പറയുകയാണ്, അതിൻ്റെ 26-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമിൽക്ക് വരുത്തിയ വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും. ആ സൗഖ്യമാക്കുന്ന യഹോവയ്ക്ക് അവർ പെറ്റ പേരാണ് യഹോവ റാഫ, എന്നെ സൗഖ്യമാക്കുന്ന ദൈവം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, യഹോവ റാഫ. അപ്പോൾ അവിടെ വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടിയിട്ടപ്പോൾ വെള്ളം മധുരമായി തീരുകയാണ്. മാറ മധുരമായി തീരുകയാണ്. വൃക്ഷത്തിൻ്റെ കമ്പിട്ടപ്പോൾ മാറ മധുരമായി തീർന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് നാം കാണുമ്പോൾ ഇശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പുറപ്പെടുകയാണ്. ആ മുള പീലാത്തോസിൻ്റെ അരമേനയിൽ അടിക്കപ്പെടുകയാണ്. അടിക്കപ്പെട്ട
ആ പുറംചാലുകളിൽ നിന്ന് ഒഴുകിയ രക്തം, വചനം പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് അത് തകർക്കപ്പെട്ടപ്പോൾ, ആ വൃക്ഷം ഉടയപ്പെട്ടപ്പോൾ, അതുകൊണ്ടാണ് വേദോസിൽ വാക്യമുണ്ട്, ഗിലെയാദിൽ ആരുണ്ട്? വൈദ്യനുണ്ട്, അവിടുത്തെ കയ്യിൽ എന്തുണ്ട്? സുഗന്ധ തൈലമുണ്ട്. അപ്പോൾ ഗിലെയാദിലെ ഈ സുഗന്ധ തൈലമൊക്കെ ഒരുക്കാൻ വേണ്ടി ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ ദേവദാരു വൃക്ഷത്തിൻ്റെയൊക്കെ കറയൂടൊക്കെ എടുക്കും. പക്ഷേ അതെങ്ങനെ ഈ കറയൊക്കെ വരിക? ആ കറ വരാൻ വലിയ പാടാണ്. അപ്പോൾ എന്തോ ചെയ്യുന്നറിയാമോ? ഭയങ്കര കാറ്റ് വരും, വടതിക്കാറ്റും തെക്കൻ കാറ്റും കൂടെ വരുമ്പോൾ ഈ മരം ഇങ്ങനെ ചുറ്റി അടിച്ച് വീശും. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, വടതിക്കാറ്റേ നല്ല തെന്നിക്കാറ്റേ പ്രിയം തോട്ടത്തിൽ നിൽക്കുന്ന നടുതലകളിൽ മേൽ അടിച്ചടിച്ച് ഉലയുമ്പോൾ ഇത് വട്ടം ചുറ്റി കറങ്ങുമ്പോൾ അതിൻ്റെ തൊലി പൊട്ടും. ആ കറയൂടൊക്കെ എടുത്താണ് സുഗന്ധതൈലം ഉണ്ടാക്കുക. അങ്ങനെയെങ്കിൽ യെശയ്യായുടെ കുറ്റിയിൽ നിന്ന് പുറപ്പെട്ട മുളയുടെ പുറം വിണ്ടു കീറപ്പെട്ട ഒരു ദിവസമുണ്ട്. പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് അടിക്കപ്പെട്ടു, കാൽവറി കുരിശി വെച്ച് തുളയ്ക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവം ഇന്നും സൗഖ്യമാക്കും ദൈവമാണ്. യഹോവ റാഫയാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, യഹോവ റാഫയാണ്. എനിക്കത് വളരെ വിശ്വാസമുള്ളൊരു കാര്യമാണ്. ഞാൻ മരുന്നെടുക്കുന്നതിനെതിരല്ല, കാരണം രോഗിക്ക് വൈദ്യനെ കൊണ്ട് എന്തുണ്ട്? ആവശ്യമുണ്ട്. പക്ഷേ എപ്പോഴും ഓർക്കപ്പെട്ട ഒരു കാര്യമുണ്ട്, ഡോക്ടേഴ്സ് ക്യാൻ ഓൺലി ട്രീറ്റ്. ഡോക്ടേഴ്സ് ക്യാൻ ട്രീറ്റ് us, but only God can heal us. Doctors can treat, but only God can heal. ഡോക്ടർമാർക്ക് പൂർണ്ണമായി സൗഖ്യം വരുത്താവുന്ന ഏത് രോഗമുള്ളേ? ഒരു രോഗവും ഇല്ല. കൺട്രോൾ ചെയ്യാം, സൗഖ്യമാക്കാം. ദൈവം സൗഖ്യം തരും. ദൈവം സൗഖ്യം രണ്ട് രീതി വരാം. ഒന്ന് ഈ സഡൻ ഹീലിംഗ് ആയിരിക്കാം. ചില കാര്യങ്ങളിൽ സഡൻ ഹീലിംഗ് തരും, പൂർണ്ണ സൗഖ്യം. എൻ്റെ അമ്മച്ചിയുടെ ക്യാൻസർ ഒറ്റ ദിവസം കൊണ്ട് സൗഖ്യമായതാണ്. അങ്ങനെ സൗഖ്യത്തിൻ്റെ പല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലപ്പം ദൈവം രോഗശാന്തി തരും. അതുകൊണ്ടാണ് പൗലോസിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. നീ നെഗളിച്ച് പോകാതിരിക്കേണ്ടതുകൊണ്ട് ശൂലം വെച്ചിരിക്കുകയാണ്, പക്ഷേ അതിൻ്റെ നടുവിലും എൻ്റെ കൃപ നിനക്ക് തരും. അപ്പോൾ ഒരു സൗഖ്യം രണ്ട് രീതി വരാം. ഒന്ന് രോഗസൗഖ്യമാണ്, സഡൻ ഹീലിംഗാണ്. ചിലപ്പോൾ അതെന്താകാം? രോഗശാന്തിയാകാം. അപ്പം സൗഖ്യം, ശാന്തി, ഇത് രണ്ടും കർത്താവ് തരുന്നതാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, അവിടുന്ന് യഹോവ റാഫയാണ്. ചേർന്ന് പറഞ്ഞ്, യഹോവ റാഫ. ഞാൻ രണ്ട് അനുഭവങ്ങൾ ഒന്ന് പറയാം. എനിക്ക് റീസെൻ്റായിട്ടുണ്ടായ രണ്ട് അനുഭവങ്ങൾ. ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ രണ്ട് അനുഭവങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. കോവിഡിൻ്റെ മുമ്പുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ ആ കൺവെൻഷന് ഞാനിന്ന് രാവിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പാസ്റ്ററോട് ആ കാര്യം പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അദ്ദേഹത്തിന് തിരക്കുണ്ടായിട്ട് ഞാൻ പറഞ്ഞു, ബാക്കി ഞാൻ വൈകിട്ട് കൺവെൻഷൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഈ ഞങ്ങളുടെ കൺവെൻഷൻ വർഷങ്ങളായിട്ട്, ഒരു 30-35 വർഷമായിട്ട് ഞാൻ ഇന്ത്യ ചർച്ചക്കോടിലെ ഒരു ശുശ്രൂഷകനാണ്. ഫുഡ് കൊടുക്കുന്നത് ഞങ്ങളുടെ ഒരു ദൗത്യമാണ്, ഞങ്ങളുടെ സഭയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് പപ്പയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മരിച്ചപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ദൗത്യം എൻ്റെ മേൽ വന്നു. അപ്പോൾ എനിക്കൊരു വാശി, ചെറിയൊരു വാശി എന്നൊക്കെ ഓർത്താൽ, കാരണം അപ്പ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്, ഒരു കുറവും വരാൻ പാടില്ല, നല്ലതായിട്ട് ചെയ്യണം. നല്ലതായിട്ട് ചെയ്യാൻ വേണ്ടി നല്ലപോലെ ചെയ്തു. നമുക്ക് ഇച്ചിരി ആവേശമൊക്കെ ഉള്ളു, അന്നേക്കാർക്ക് ഇച്ചിരി ആവേശമൊക്കെ ഉള്ളവരാ. അവർ ഇങ്ങനെ ഒരു കാര്യമാണ്, നമ്മളെന്തെങ്കിലും കാര്യമൊക്കെ ചെയ്താൽ പിന്നെ അങ്ങ് എടുത്ത് ചാടി ചെയ്യണം. ചെയ്യുവാണെങ്കിൽ നിറഞ്ഞ് ചെയ്യണം, ഈ ഉഴപ്പി ചെയ്യരുത്. ചെയ്യുവാണെങ്കിൽ നല്ലപോലെ എന്ത് ചെയ്യണം? അപ്പോൾ ഞങ്ങൾ നല്ലപോലെ ചെയ്യാൻ വേണ്ടി പിള്ളേരെല്ലാം ഉത്സാഹിച്ച്, നമ്മുടെ പാഷന്മാരെല്ലാം ഉണ്ട്. ഞാൻ 3 പോത്തിനെ മേടിച്ചുകൊണ്ട് വന്നു. 3 മുട്ടം പോത്തിനെ മുണ്ടക്കയത്ത് പോയി മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ അവിടെ ഇട്ട് വെട്ടി അറുത്ത് മുറിച്ച്. ഞങ്ങളുടെ പാഷന്മാരൊക്കെ നല്ല ഒന്നാം തരം റെഡി പണി, നമ്മൾ കൂടെ നിന്നാൽ മതി. എല്ലാം ചെയ്ത് പെട്ടിച്ച് എല്ലാവരും കൂടെ കൂട്ടി വെട്ടി അറുത്ത് മുറിച്ച് അതിൻ്റെ വാരിയൊക്കെ എടുത്ത് വാരി കറിയും കപ്പ ബിരിയാണിയും ഒക്കെ വെച്ച് ചോറ് ഇറച്ചി എല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലം ഒരു നീര്, ഒരു പ്രയാസമൊക്കെ. അപ്പം ഞാൻ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, റിസൾട്ട് എല്ലാം നോക്കി, ബ്ലഡ് വർക്ക് എല്ലാം നടത്തി, റിസൾട്ട് എല്ലാം നോക്കിയിട്ട് എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു, മോനെ നീ 7 വർഷം കൊണ്ട് ചത്തു, നിനക്ക് ആയുസ് 7 വർഷം കഷ്ടിച്ച്, 7 അല്ലെങ്കിൽ 6-7 വർഷം കൊണ്ട് നീ കാഞ്ഞു പോകും, നീ പോവും. ഈ പുള്ളി എൻ്റെ മുഖത്ത് നോക്കി പറയാം, ചത്തു, അതാണ് നിൻ്റെ ഇപ്പോഴത്തെ പോക്ക്. പക്ഷേ എനിക്ക് നിന്നെ ഒരു 30 വർഷം ജീവിപ്പിക്കണമെന്നുണ്ട്. നീ ജീവിച്ചിരിക്കട്ടെ, നല്ല മനുഷ്യനല്ലേ, ജീവിച്ചിരിക്കട്ടെ. പുള്ളി വളരെ കൂളായിട്ടാണ് പറയുന്നത്.
വിത്ത് എ കണ്ടീഷൻ. ഇറച്ചി തിന്നരുത്, മുട്ട തിന്നരുത്, മീൻ കഴിക്കരുത്, ഒന്നും കഴിക്കരുത്. ഞാൻ പറയുന്നത് മാത്രം. പിന്നെ ഞാൻ ചോദിച്ചു എന്തോ ചെയ്യാം. അപ്പം പുള്ളി പറഞ്ഞു കുമ്പളങ്ങ, വഴുതനങ്ങ, വെണ്ടയ്ക്ക, കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു. എല്ലാം ഞാൻ കേട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊന്നും കഴിക്കരുത്, നീ കുറച്ചാൾ ജീവിച്ചിരിക്കണം, നീ പ്രസംഗിക്കുകയല്ലേ, ഇനി ഞാൻ പറയുന്നത് നീ കേട്ടാൽ നീ കുറച്ചാളുടെ ജീവിക്കും. സന്തോഷമായി. നല്ല രസമല്ലേ ചത്തുപോകുന്നൊക്കെ കേൾക്കുന്നത്. നമ്മൾ ഈ പ്രത്യാശയൊക്കെ ഉണ്ട്, എനിക്ക് പേടിയൊന്നും വരാം. പക്ഷേ എനിക്ക് മരിക്കുന്ന പേടിയൊന്നും ഇല്ലെങ്കിലും ജീവിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് എന്ത്, ക്രിസ്തുവിനോടൊപ്പം എവിടെ താമസിക്കുന്നത്, ഈ ഭൂമിയിൽ. ക്രിസ്തുവിനോടൊപ്പം ഈ ഭൂമിയിൽ നടക്കുന്ന അത്ര മോശപ്പെട്ട കാര്യമാണോ? അല്ല. ആണോ? അല്ല. കർത്താവിനോടൊപ്പം നമ്മൾ നടക്കുന്നത്. കർത്താവിനോടൊപ്പം ഈ നടക്കുന്നതിൻ്റെ മുന്നാസ്വാദനമാണത്. അതുകൊണ്ടാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ. അതെന്തല്ല, ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. അപ്പം നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും കർത്താവിനോടൊപ്പം നടക്കുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണോ? അല്ല. പിന്നെ കർത്താവ് വന്നൊരു കുടുംബജീവിതമൊക്കെ മോശപ്പെട്ട കാര്യമാണോ? അല്ല. അതും ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കുക. ഞങ്ങളെന്നും രാത്രി പ്രാർത്ഥിക്കാൻ പോകും. മിക്കവാറും ഇങ്ങനെ രാത്രി വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ രാത്രി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ രാത്രി പ്രാർത്ഥിക്കാൻ പോയപ്പം എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ജെയിംസ് മാസ്റ്റർ, മരിച്ചുപോയി. അപ്പം പുള്ളിക്കാരനെ ഞാൻ വിളിക്കും, പുള്ളിക്കാരൻ എൻ്റെ കൂടെ വരുന്നേ. അപ്പോൾ ഒരു ദിവസം ഞാൻ വിളിച്ചപ്പം പുള്ളി പറഞ്ഞു ഇന്ന് ഞാൻ വരുന്നില്ല. ഞാൻ വെച്ചാൽ തന്നെ ഭയങ്കര ക്ഷീണമാടാ, ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു എടോ മനുഷ്യ, സ്വർഗത്തിൽ പോയാൽ എന്താ, ഫുൾ എന്തെടുക്കാൻ പോവാ, റെസ്റ്റാ, നിങ്ങളെൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. അപ്പം ഞാൻ പറഞ്ഞു നിത്യതയിൽ പോയാൽ റെസ്റ്റ് അല്ലേ, അപ്പം നമുക്ക് അവിടെ പോയി റെസ്റ്റ് എടുത്താൽ. അപ്പം പുള്ളി കണ്ട് പറഞ്ഞു നീ ഒരു കാര്യം വച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചാൽ അതെന്നാ? സ്വർഗത്തിൽ ആരും കല്യാണം കഴിക്കുന്നില്ല. അപ്പോൾ അതിവിടെ അല്ലേ ഉള്ളൂ, നീ പൊക്കോ, ഞാൻ വരുന്നില്ല. അപ്പോൾ സ്വർഗത്തിൽ അവരാരെ പോലെ എന്നാ, ദൂതന്മാരെ പോലെ, അങ്ങനെ വാക്യമുണ്ട് ഇല്ലേ, സ്വർഗത്തിൽ അവരാരെ പോലെ, ദൂതന്മാരെ പോലെ. അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നീ പൊക്കോ. എന്നാലും നമുക്ക് ഈ ജീവിതം അത്ര മോശപ്പെട്ട കാര്യമാണോ? അല്ല. എന്നാലും ചത്തുവെന്നൊക്കെ കേട്ടപ്പോൾ ഒരു പേടിയൊക്കെ തോന്നിയില്ലെന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്നോട് പറയുന്നൊരു കള്ളാണ്. പേടിയെന്നല്ല, നമുക്കൊരു സങ്കടമൊക്കെ തോന്നത്തില്ല, ഇല്ലേ? ഇല്ലേ? കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയല്ലേ, മുഖം കണ്ടാൽ അറിയാം മരണം കേൾക്കുമ്പോൾ. എനിക്ക് മരണത്തെ പേടിയില്ല, പക്ഷേ എന്നാലും അതിനൊരു സങ്കടമൊക്കെ തോന്നും. ഞാനൊന്നും പറഞ്ഞു, നമ്മൾ പൊതുവെ എല്ലാം ഉള്ളിലിങ്ങനെ മറച്ച് ചിരിച്ചൊക്കെ നടക്കുക. 2 ആഴ്ച കഴിയുമ്പോൾ ബ്ലഡ് വർക്ക് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കൊരു ചെറിയ പേടി. ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്, പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്ന് രാവിലെ പോവും. 1-2 പേരൊന്നും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ വെളുപ്പിനെയായപ്പോൾ ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. എൻ്റെ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ആണ്. നാളെ അത് വേറൊരാൾക്ക് ഉണ്ടാകണമെന്നില്ല, എന്നാലും എനിക്കുണ്ടായൊരു എക്സ്പീരിയൻസ്. ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. പറഞ്ഞൊരു ഉപദേശമല്ല, ഇറ്റ് ഇസ് ആൻ എക്സ്പീരിയൻസ്. അപ്പം ഈ മുംബൈയിലൊരു അച്ഛനുണ്ട്. അച്ഛനിങ്ങനെ താടിയൊക്കെ നീട്ടി, വിവാഹമൊന്നും കഴിക്കാത്തൊരു അച്ഛനാണ്. പക്ഷെ ഭയങ്കര പ്രാർത്ഥനാപരമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രോഗശാന്തിയാണ് മെയിൻ ശുശ്രൂഷ. സച്ചേ സാധു, ഈ സന്യാസി സാധു എന്നൊക്കെ പറയത്തില്ലേ, കല്യാണം കഴിക്കാതെ താടിയൊക്കെ നീട്ടി വളർത്തി. ഈ അപ്പത്തിന് എന്നെ വലിയ ഇഷ്ടമാണ്. ഒരു 8-10 വർഷം മുമ്പ് ഒരു തൊട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല, നിനക്ക് എന്നെ അറിയത്തില്ല, പക്ഷേ ഇത്ര വർഷമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി മുന്നേ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം തൊട്ട് ഞാൻ ഈ അച്ഛനെ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്, ഈ അച്ഛൻ എൻ്റെ അടുക്ക് വന്നിരിക്കുക. ഞാൻ നല്ല ഉറക്കത്തില്ല. അപ്പച്ചനൊരു സ്റ്റൂളൊക്കെ ഇട്ട് എൻ്റെ അടുത്തിരുന്നു. എന്നിട്ടൊരു ഇച്ചിരി എണ്ണ കയ്യിലെടുത്തിട്ട് എന്നെ ഇങ്ങനെ ഉച്ച മുതൽ തൂക്കുക. ഞാനത് ശരിക്കും റിയലി അനുഭവിച്ചു. എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു അന്നടാ, നീ ഒന്നും പേടിക്കണ്ടടാ മക്കളെ, അച്ഛൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലേ, എൻ്റെ കുഞ്ഞിനൊന്നും വരത്തില്ല. ഇത് പറഞ്ഞിട്ട് പുള്ളി പോന്നു. ഞാൻ പിന്നെ അങ്ങ് ഉണർന്നു. ഞാനും ബ്ലഡ് വർക്കിന് പോയ വഴിക്ക് ലാബിലോട്ട് പോകുന്ന വഴിക്ക് അച്ഛനെ വിളിച്ചു. അച്ചായോ, ഞാൻ പ്രിൻസിപ്പൽ മാസ്റ്ററാണ്, റാന്നിന്ന് വിളിക്കുക. ആണോ? വെളുപ്പിനെ 4 മണിക്ക് നിൻ്റെ മുറി ഞാൻ വന്നായിരുന്നു പറഞ്ഞു. എങ്ങനെ അത് ഒരു വെളുപ്പിനെ 4 മണിക്ക് എൻ്റെ മുറി വന്ന് ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. ആത്മാവി വന്നായിരിക്കുക അല്ലായിരിക്കുക ഏതായാലും ബ്ലഡ് വർക്ക്. അപ്പോൾ ഈ കഴിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ എൻ്റെ ഒരു വണ്ടി എടുത്തുകൊണ്ട് ഒരു സ്ഥലത്ത് ചുമ്മാ കണ്ടെത്തുമ്പരമ്പത്ത് പോയി കിടന്നിട്ട് തമ്പുരാനോട് കുറച്ച് സങ്കടം പറഞ്ഞു. എൻ്റെ കർത്താവ് പച്ച എന്നോട് ഇറച്ചി കഴിക്കരുത്, മീൻ കഴിക്കരുതെന്നൊക്കെ പറഞ്ഞു. എനിക്ക് കഴിക്കണ്ട, പക്ഷെ ഞാൻ 3 പോത്തിനെ വെട്ടി കഴിപ്പിച്ചിട്ട് നിൽക്കുകയല്ലേ. എല്ലാ കാര്യത്തിനും ഒരു മര്യാദ വേട്ടെ. ഇനി അതിൻ്റെ കടം വീണ ഞാൻ 1 വർഷം കൺവെൻഷൻ പ്രസംഗിക്കണം. അതാണ് എൻ്റെ കാശ്. എന്നോടാണ് പറഞ്ഞത് കഴിക്കരുത്. അതിനകത്തൊരു നീതിയൊക്കെ വേണ്ട. അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഏതൊരു കാര്യം നീതി എന്നല്ലേ പറയുക.
ഇതൊക്കെ ചോദിച്ച് കേട്ടോ, കുറേ പദമൊക്കെ പറഞ്ഞു. അന്നേരം വെളുപ്പിന് ഈ അപ്പച്ചൻ വന്നതിനെ ഇങ്ങനെ തലോടുക. ഞാൻ അപ്പച്ചൻ എന്നെ വിളിച്ചപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എന്നെ നിനക്ക് വേണ്ടി ഞാൻ വെളുപ്പിനെ വീട്ടിൽ വന്ന് വാർത്തിച്ചടാ. അറിയില്ല പ്രിയരെ ഇതൊന്നും എന്താണെന്ന്. ഏതായാലും ബ്ലഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി നോർമലാണ്. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, കഴിക്കാമോ? കഴിക്കുന്നതിന് കുഴപ്പമില്ല, വണ്ണം കൂട്ടരുത്. ഒരു കാര്യം എനിക്കറിയാം, ഇന്നും കർത്താവ് സൗഖ്യമാക്കും. കർത്താവ് ഇന്നും സൗഖ്യമാക്കും. കർത്താവ് ഇന്നും സൗഖ്യമാക്കും. അതുപോലൊരു ഈ കോവിഡിൻ്റെ സമയത്താണ് പൗരുഷൻ്റെ ആ ഒരു പീക്ക് ടൈമിൽ ദൈവം ഞങ്ങളെല്ലാം അവിടെ എളിവരായ ഞങ്ങളെയൊക്കെ ദൈവം ഉപയോഗിച്ചു. അന്നുണ്ടായ വലിയൊരു അനുഭവമുണ്ട്. ഒത്തിരി പേര് മരിക്കുന്നൊരു സമയമായിരുന്നു അല്ലേ? എല്ലായിടും മരണം, നമുക്ക് കണക്കില്ല, കൃത്യം കണക്കില്ലാത്ത പോലെ മരണം. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ പല ശുശ്രൂഷകളിൽ ഒന്നായിരുന്നു, ദൈവം തന്നൊരു നിയോഗമായിരുന്നു മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കുക, രോഗികൾക്ക് വേണ്ടിയൊക്കെ ഭയങ്കര ശക്തമായ. അത് ശരിക്കും ഒരു എന്താണ്, മുട്ടയും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാമറയുടെ മുമ്പിലൊന്നും ഇരിക്കുകയല്ല, ദൈവാത്മാവ് അങ്ങ് പറയുമ്പം ചെയ്യുക. അത് ഭയങ്കര തീ പോലായിരുന്നു. സ്റ്റുഡിയോയ്ക്കകത്തൊക്കെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആയിരങ്ങൾ വിളിക്കുന്നു, സങ്കടങ്ങൾ പറയും. അപ്പോൾ ഇങ്ങനെ കോള് വരുന്ന ലിസ്റ്റുകളെല്ലാം അവർ കൊണ്ടുത്തരും. ഞങ്ങളിങ്ങനെ മുട്ടയിന്നങ്ങ് പ്രാർത്ഥിക്കുക. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരുടെയൊക്കെയോ വിഷയങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സംഭവത്തിൽ ഉണ്ടായൊരു സംഭവം, അദ്ദേഹം പൗർഷി വന്ന സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. തിരുവല്ലയിലെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ വെൻറ്റിലേറ്ററിലാണ്, ICUവിലാണ്. തൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നവരെല്ലാം മരിച്ചു. അതായത് ഈ ICU കിടക്കുമ്പോൾ മരിച്ചുകൊണ്ട് പോകുന്നത് വലിയ സങ്കടമാണ്. അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നവരെന്ത് ചെയ്യുക, മരിക്കുക. ഞങ്ങളുടെ ഒരു ദേവദാസൻ്റെ ആണെങ്കിൽ താൻ ഇപ്പുറത്ത് കിടക്കുമ്പോൾ അപ്പുറത്ത് കിടക്കുന്ന ഭാര്യ മരിച്ചിട്ട് എടുത്തുകൊണ്ട് പോവുക. അതൊക്കെ ചെറിയൊരു കാര്യമല്ല, അത്ര ഭീകരമായ ഒരു കാലം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല്ലും അവിടെ കിടക്കും മരിക്കുന്നത്. അപ്പോൾ പുള്ളി സീരിയസ് ആണെന്ന് റിപ്പോർട്ട് വന്നു, പുള്ളി മരിക്കുകയാണ്, പുറത്ത് വന്നു മരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കൊരു ടിപ്പിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായി. ഈ ദൈവദാസന്, ഈ അച്ചാന്, അദ്ദേഹം മരിച്ചു. പുള്ളിയുടെ അപ്പം ഡിക്ലെയർ ആകുമോ മരിക്കുകയാണ്. പുള്ളിയുടെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയതൊക്കെ പുള്ളിക്ക് ഫീൽ ചെയ്തു. എന്നിട്ട് പുള്ളിയുടെ ബോഡി എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുപോയിട്ട് പുള്ളി കാണുകയാണ് ബോഡി എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുപോയി ഗേറ്റിൻ്റെ അവിടെ ചെന്ന് ആംബുലൻസിൽ നിന്ന് ഈ ബോഡി ഇറക്കി ചുമന്നുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവന്ന കാഴ്ച പുള്ളി ഇങ്ങനെ കാണുക. അപ്പോഴത്തേനും പുള്ളി മരിച്ചു എന്നുള്ള ഡിക്ലറേഷനൊക്കെ വരുന്നുണ്ട്. ഏതായാലും പുള്ളി കാണുന്ന കാഴ്ച, ബോഡി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകുമ്പോൾ കുറേ ദേവദാസന്മാരിങ്ങനെ കുറുകെ ഇരിക്കുക, മുട്ടയെ കുത്തി കുറേ ദേവദാസന്മാരിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ബോഡി എടുത്തുകൊണ്ട് വരുന്നവർക്ക് പോകാൻ വയ്യ, അവരിങ്ങനെ മുട്ടയെ കുത്തിയിരിക്കുക. അതിനകത്ത് ഒരാൾ എഴുന്നേറ്റിട്ട് ഒരു സിസർ കട്ട് അടിച്ചു. സിസർ കട്ട് എന്ന് പറഞ്ഞാൽ അറിയാം, കണ്ടത്തിൽ പന്ത് കളിച്ചവർക്കറിയാം. 2 കാലം കൊണ്ട് അടിക്കുന്ന അടിയുടെ പേരെന്ത്? സിസർ കട്ട്. ഒരാൾ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് കാലുമടക്കി ഒരൊറ്റ സിസർ കട്ട് ഈ പെട്ടിക്കിട്ട് പെട്ടി മറിഞ്ഞ് താഴെ വീണു. പുള്ളി ടിക്കോന്ന് എഴുന്നേറ്റു, പുള്ളി ജീവിച്ചു. പുള്ളിക്കുണ്ട അനുഭവം. അപ്പോൾ തന്നെ ലൈഫ് തിരിച്ചു വന്നു, പുള്ളി വന്നു. അപ്പം ഞാൻ പുള്ളിയോട് പതുക്കെ ചോദിച്ചു, സിസർ കട്ട് ആരാന്നോ? പ്രിൻസിപ്പാൾ സാറല്ലേ? ഒരൊറ്റ അടിയായിരുന്നു പറഞ്ഞു. ഒറ്റ അടിയാന്ന് പറഞ്ഞു. ആ അടി പുള്ളി താഴെ വീണു. സത്യത്തിൽ സംഭവിച്ചതെന്നറിയാമോ? ഈ വ്യക്തിക്ക് വേണ്ടി നമ്മൾ സ്റ്റുഡിയോയിലിരുന്ന് കർത്താവെ കാക്കണേന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പുള്ളിക്കുണ്ടായൊരു എക്സ്പീരിയൻസ്. അദ്ദേഹം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞൊരു കാര്യം അത്. ഇന്നും ഒരു കാര്യം ഉറപ്പാണ്, ആരെതിർത്താലും എതിർത്തില്ലെങ്കിലും, ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ കർത്താവ് ഇന്നും സൗഖ്യമാക്കും ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പേരാണ് യഹോവ റാഫ. കരമുയർത്തി സ്തുതിച്ചേ. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് എന്തുണ്ട്? സൗഖ്യമുണ്ട്. അല്പസമയം എല്ലാവരും കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും വ്യക്തിപരമായി ലൈവിലൂടെ കാണുന്നവരുണ്ടാകാം. ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം സൗഖ്യമാക്കും ദൈവമാണ്. എല്ലാവരും സ്തുതിച്ച ഈ രാത്രി അത്ഭുതകരമായ ദൈവിക രോഗശാന്തി. ശബന ഹതന റിഗന രഗന ഹന്ത രഗജ രബന ഹത്തരാജ രഗന. യേശു സൗഖ്യമാക്കും ദൈവമാണ്. യേശു സൗഖ്യമാക്കും. ഇന്നും കർത്താവ് സൗഖ്യമാക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തികളെ തൊടട്ടെ. സകല സ്കിൻ ഡിസീസുകളുടെ മേലും ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അലർജി രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. സൗഖ്യത്തിൻ്റെ ശക്തി ഈ രാത്രി വ്യാപരിക്കട്ടെ. റഗന ഹതന റിബല ഹതന റിബന ശബ്ദ. ആന്തരികവും ബാഹ്യവുമായ രോഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം വെളിപ്പെടട്ടെ.
നമ്മൾ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേ കയറി അടിപ്പിണരുകളാൽ സൗഖ്യം വന്നും ഇരിക്കുന്നുള്ള വചനത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നുണ്ട്. യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കൊണ്ണം വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമേ, അവർ മരണവാദിനോട് സമീപിച്ചു, സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവിടുന്ന് വചനമയച്ചവരെ വിടുവിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യഹോവ റാഫ, ഞാൻ നിന്നെ സൗഖ്യമാക്കും ദൈവ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ വൃക്ഷത്തിൻ്റെ പുറന്തോട് പൊട്ടി തകർക്കപ്പെട്ടു, റോമൻ ചാട്ടകൾ അതിന്മേൽ വീണപ്പോൾ അപ്പൂമേനി ആ പുറംചാലുകൾ ഉഴുതു മറിക്കപ്പെട്ടു. സങ്കീർത്തനം 129. ഉഴവുകാരൻ്റെ മുതുകന്മേൽ ഉഴവുചാലുകൾ അവർ നീളത്തിൽ കീറി, അതിൽ നിന്നൊഴുകിയ ചോരപ്പുഴ ഇന്നും നമ്മുടെ സൗഖ്യമാണ്. യെശയ്യാ പറയുന്നു, അവൻ കണ്ടാൽ അളറിയാത്തവനെ പോലെ വിരൂപനായി തീർന്നു. നമ്മുടെ അതിക്രമ നിമിത്തം അവിടുന്ന് തകർന്ന് മുറിവേറ്റും ഇരിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അടക അനക അതിര ബന ശബല ഹതൻ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ചെറുതാകട്ടെ വലുതാകട്ടെ, ആന്തരികമാകട്ടെ ബാഹ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടുന്നോണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്ന, അങ്ങ് അകലെ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ദൈവമുണ്ട്. അകലെ അത്ഭുതം ചെയ്യാൻ രാജഭൃത്യൻ്റെ മകനെ ദൂരെ സുഖപ്പെടുത്തിയ ദൈവം. യേശു പറഞ്ഞ നാഴികയിൽ തന്നെ അകലെ അത്ഭുതം നടന്നെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ദൂരെ സൗഖ്യം കൊടുക്കാൻ കഴിവുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവിക രോഗശാന്തി നടക്കട്ടെ, ദൈവിക രോഗസൗഖ്യം നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ. ഞാൻ നിനക്ക് രോഗസൗഖ്യവും ആരോഗ്യം തരും. യഹോവ റാഫ എന്നാകുന്നു എൻ്റെ നാമം. യഹോവ റാഫ എന്നാകുന്നു എൻ്റെ നാമം. യഹോവ റാഫയാകുന്നു എന്നാകുന്നു എൻ്റെ നാമം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്. യേശു കർത്താവ് ഇന്നും നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കയ്യിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം ഒരു പക്ഷേ സത്യമായിരിക്കാം. അതൊരു ഫാക്റ്റാണ്. ഇറ്റ് ഈസ് എ മെഡിക്കലി പ്രൂവൻ ഫാക്റ്റാണ്, വസ്തുതയാണ്. ലാബിൽ കണ്ടെത്തിയ ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് മെഡിക്കൽ റിപ്പോർട്ട്സ് വേണം. ആ റിപ്പോർട്ട്സ് എല്ലാം ഫാക്റ്റാണ്. പക്ഷേ എപ്പോഴും ഒരു ട്രൂത്തുണ്ട്. യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ ആൻഡ് യു ആർ ഫ്രീ ഇൻഡീഡ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ, എന്താണ് സത്യം? മെഡിക്കൽ റിപ്പോർട്ട് ഫാക്റ്റാണ്, പക്ഷേ അതിന്മേലൊരു ട്രൂത്തുണ്ട്. ആ ട്രൂത്ത് അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിച്ചേ, എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. അല്പസമയം മെഡിക്കലി പ്രൂവൻ ഫാക്ട്സ് ഉണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് ഫാക്റ്റാണ്, അത് തെറ്റല്ല, അത് ഫാക്റ്റാണ്. അത് ലാബിൽ ഉള്ള ഫാക്റ്റാണ്, അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടാണ്. പക്ഷേ അതിന്മേലെല്ലാം വ്യാപരിപ്പാൻ കഴിവുള്ള ഒരു ട്രൂത്തുണ്ട്. ആ ട്രൂത്ത്, എൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ ആൻഡ് യു ആർ ഫ്രീ ഇൻഡീഡ്. എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണം, യഹോവ റാഫ, യഹോവ റാഫ, യഹോവ റാഫ, യഹോവ റാഫ. കരങ്ങളടിച്ച് സ്തുതിച്ചേ, എല്ലാവരും അതിശക്തിയോടെ കരങ്ങളടിച്ച് സ്തുതിച്ചേ. യഹോവ റാഫ, യഹോവ റാഫ, യഹോവ റാഫ, യഹോവ റാഫ, യഹോവ റാഫ, യഹോവ റാഫ. എന്നെ സൗഖ്യമാക്കുന്ന ദൈവം. റിഗ ലഗ ദര ദന ദഗന ഹദന റിഗന രബന ഹദന രഗന റിബന ഹംദന ഹംദന റിഖന രഗന. സ്തുതിച്ച് ആരാധിച്ച് എല്ലാവരും. യഹോവ ഈരേ, എനിക്കും നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം, അത്യുന്നതനായ ദൈവം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം, സർവശക്തനായ ദൈവം, സർവശക്തനായ ദൈവം, സർവശക്തനായ ദൈവം. അവിടുത്തെ പേര് യഹോവ ഈരേ, യഹോവ റാഫ, യഹോവ റാഫ, യഹോവ റാഫ, യഹോവ റാഫ. നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവം. സങ്കീർത്തനം 107 പറയുന്നു, അവർ മരണവാതിലിനോട് സമീപിച്ചു, സകലവിധ ഭക്ഷണത്തോടും
വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവിടുന്ന് അവരെ വചനം അയച്ച് സുഖപ്പെടുത്തി. അവരുടെ കുഴികളിൽ നിന്ന് അവരെ കരയറ്റി. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. സങ്കീർത്തനം 103. അവൻ നമ്മുടെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കോണം നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യെശയ്യാ പ്രവാചകൻ പറയുന്നു, യൗവനക്കാർ ക്ഷീണിച്ചു പോകും, ബാല്യക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ റാഫ. ചേർന്ന് പറഞ്ഞേ, യഹോവ റാഫ. അവിടുത്തെ അടിപ്പിണരുകളാൽ എന്തുണ്ട്? സൗഖ്യമുണ്ട്. വായിക്കാം. പുറപ്പാട് പുസ്തകം 17-ാമത് അധ്യായം. പുറപ്പാട് പുസ്തകം 17-ാമത് അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. രഫീദിമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധത്തിൻ്റെ സമയത്ത് മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലിനെക്കൂടെ യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. പുറപ്പാട് 17:8 മുതലുള്ള വാക്യങ്ങൾ. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു, അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ്റെ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്ത് വെച്ചു. അവൻ അതിന്മേലിരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി. അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ടൊരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയെന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് എന്തെന്ന് പേരിട്ടു? യഹോവ നിസി, എൻ്റെ ജയത്തിൻ്റെ കൊടി. എല്ലാവരും പറഞ്ഞേ, യഹോവ എൻ്റെ ജയത്തിൻ്റെ കൊടി. പരാജയത്തിൻ്റെ ഒരവസ്ഥയിലാണ്. യുദ്ധമാണ്. യുദ്ധം വലിയൊരു പ്രതിസന്ധിയുടെ സമയമാണ്. യുദ്ധം ഉണ്ടാകുമ്പോൾ രാഷ്ട്രം പ്രതിസന്ധിയിലാകും. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകമായൊരു കാര്യം നാം കാണുകയാണ്. കൈ ഉയർത്തി പിടിച്ചു എന്ന് കാണുകയാണ്. കൈ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നൊക്കെ വന്നവർക്കറിയാം. കേരളം ഒരു പരിധി വരെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് വരുന്ന മക്കൾക്ക് ഇന്നും ചില പരിചിതമായ ഒരു ആവേശമാണ് ഇൻഖുലാം സിന്ദാബ, വിപ്ലവം ജയിക്കട്ടെ, അല്ലേ? വിപ്ലവ പ്രസ്ഥാനങ്ങൾ പിള്ളേരൊക്കെ കാണും. SFIയിലൊക്കെ വർക്ക് ചെയ്ത പിള്ളേർ കാണും. വിപ്ലവത്തിൻ്റെ ഒരു പ്രസ്ഥാനം, അവരുടെ ഇപ്പോൾ ആവേശമാണ് ചെകുവേരയൊക്കെ. എന്നാലും പൊക്കോട്ടെ. വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ എല്ലാം പരിപാടി നടക്കുമ്പോൾ അവിടെ ഫ്ലെക്സിൽ ഒരു ഫോട്ടോ കാണും. അതൊരു കൈയാണ്. ആ കൈ എങ്ങനെയുള്ളതാണെന്നറിയാമോ? ചുരുട്ടിയ ഒരു കൈയാണ്. ചുരുട്ടിയ ഒരു കൈ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുരുട്ടിയ ഒരു കൈ. എന്താണ്? പിടിച്ചെടുക്കും, നേടിയെടുക്കും. ചുരുട്ടിയ ഒരു കൈയാണ്. അതൊരു ചുരുട്ടിയ കൈയാണ്. ഇനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ചിഹ്നമുണ്ട്. അതെന്താ? കൈയാണ്. അതും ഒരു കൈയാണ്. അതെന്തും ആയിക്കോട്ടെ, കൈയാണ്. കൈക്ക് ഭയങ്കര അർത്ഥമാണ്. എന്നാൽ അങ്ങനെ ചുരുട്ടിയ കൈ നമുക്ക് കാണാം. അങ്ങനെ ഒരു കൈയുടെ ചിഹ്നം കാണാം. എന്നാൽ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല? ജഡീയങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്, അതുകൊണ്ട് പുരുഷന്മാർ കോപവും വാഗ്വാദവും ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? വിശുദ്ധ കരങ്ങളെ ഉയർത്തി. നമ്മുടെ ആയുധം ചുരുട്ടിയ കൈയല്ല, ചൂണ്ടിയ കൈയല്ല. നമ്മുടെ ആയുധം എന്ന് പറയുന്നത് ഉയർത്തിയ കരങ്ങളാണ്. ഇന്നും കൈ ഉയർത്താമെങ്കിൽ ജയത്തിൻ്റെ കൊടി ഉയരും. അതുകൊണ്ടാണ് വചനം പറയുന്നു, വിശുദ്ധ കരങ്ങളെ എന്ത് ചെയ്യണം? ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ. ഭയങ്കര ഒരു യുദ്ധം നടക്കുകയാണ്. അപ്പോഴാണ് മോശയും ഹൂരും. പക്ഷെ പിന്നത്തേത് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവം ഹൂരിൻ്റെ മകൻ, കൊച്ചുമകൻ ബസലേലിനെ എന്താൽ നിറച്ചു? ജ്ഞാനാത്മാവിനാൽ നിറച്ചിട്ട് അവനാണ് ലോകത്തിലെ ആദ്യത്തെ ആർക്കിടെക്റ്റ്, അല്ലെങ്കിൽ 3D ഡയമെൻഷനിൽ വരച്ച ആദ്യത്തെ ആളാരാ? ബസലേലാണ്. 3Dയിൽ ഒരു കാര്യം ഡിസൈൻ ചെയ്ത് എടുത്തിട്ട് അത് അതുപോലെ ഡിസൈൻ ചെയ്യും. മോശയോട് ദൈവം പറഞ്ഞത് മോശ ഇങ്ങനെ പറയുകയാണ്. ആ പറഞ്ഞത് കേട്ട് ഡിസൈൻ ചെയ്യാനുള്ള ദിവ്യാത്മാവിനാൽ നിറഞ്ഞ ബസലേൽ ആരുടെ കൊച്ചുമകനാ?
ഹൂരിൻ്റെ കൊച്ചുമകന. മറക്കരുതേ, അല്പനേരം കൈ ഉയർത്തി പിടിച്ചതാ. ആരുടെ? മോശയുടെ. യുദ്ധം നടക്കുമ്പോൾ ഒന്ന് താങ്ങിപ്പിടിച്ചതിൻ്റെ പ്രതിഫലമാണത്. അങ്ങനെയെങ്കിൽ നമ്മൾക്കിന്നും കരമുയർത്തി പ്രാർത്ഥിച്ചാൽ ഒരു കൊടി ഉയരും, ജയത്തിൻ്റെ കൊടി ഉയരും. കരങ്ങൾ ഉയർത്തിക്കേ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. വലിയ പ്രതിസന്ധികളുടെ മുമ്പിൽ, നിയമപരമായ കുരുക്കളുടെ മുമ്പിൽ ഒക്കെ എളിവർ ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. ആ സ്ഥലത്ത് പോയി ആരും കാണാതെ എങ്ങനെ പ്രാർത്ഥിക്കും? കൈ ഉയർത്തി, അർദ്ധരാത്രിയുടെ മറവിൽ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇന്നും ജയത്തിൻ്റെ കൊടി ഉയരും. കരമുയർത്തിക്കേ, എല്ലാവരും കരമുയർത്തി പ്രാർത്ഥിച്ചേ. പുസ്തകം ഒന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് ഇരു കരങ്ങൾ ഉയർത്തിക്കേ, പ്രാർത്ഥിച്ചേ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പരാജയങ്ങളെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നേ. എല്ലാ പരാജയങ്ങളെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നേ. എല്ലാ ശൂന്യതകളെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നേ. കരമുയർത്തി പ്രാർത്ഥിച്ചാൽ ഒരു കൊടി ഉയരും. യഹോവ നിസി, എൻ്റെ ജയത്തിൻ്റെ കൊടി. എവിടെല്ലാം പരാജയപ്പെടുമോ അവിടെല്ലാം ഉയർത്തപ്പെടുന്ന ഒരു കൊടിയുണ്ട്. അത് എൻ്റെ ദൈവത്തിൻ്റെ കൊടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പരാജയങ്ങളെ, വ്യക്തിപരമായ പരാജയം, ഞാൻ ഒരു പരാജയമാണെന്നോ, എൻ്റെ ജീവിതം ഒരു പരാജയമാണെന്നോ, ഞാനൊരു നൈരാശ്യത്തിൻ്റെ പിടിയിലാണെന്നോ ഒക്കെയുള്ള ചിന്തയുണ്ടോ? എന്തെല്ലാം ചെയ്തിട്ട് ഒന്നും എങ്ങും എത്താത്ത പോലെ പോയതുപോലെ തോന്നുന്നുണ്ടോ? വർഷങ്ങൾ വേസ്റ്റ് ആയതുപോലെ തോന്നുന്നോ? എവിടെയൊക്കെ ഒരു നിരാശ ബാധിച്ചിട്ടുണ്ടോ? ഈ രാത്രി ഉയർത്താൻ ഒക്കുന്ന കരമുണ്ടോ? അതിൻ്റെ അപ്പുറത്തൊരു കൊടി ഉയരും. ആ കൊടി ജയത്തിൻ്റെ കൊടിയാ. യഹോവ നിസി, എൻ്റെ ജയത്തിൻ്റെ കൊടി. റഖാന, ഹംദന, ശബന. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അല്പസമയം വീശി പ്രാർത്ഥിച്ചേ. കരങ്ങളെല്ലാം ഉയർത്തി അല്പസമയം കരങ്ങളെ വീശി പ്രാർത്ഥിച്ചേ. റബ, ലഗദന, ഹദന, റിബന. എല്ലാ പരാജയങ്ങളെയും, എല്ലാ സങ്കടങ്ങളെയും, എല്ലാ ദുരിതങ്ങളെയും, എല്ലാ ദുഃഖങ്ങളെയും, എല്ലാ നിരാശകളെയും, എല്ലാ പരാജയ ഭീതികളെയും ദൈവകരങ്ങളിലേക്ക് ഇറക്കി വെച്ച് കർത്താവേ, എനിക്കൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പേര് യഹോവ നിസി, എൻ്റെ ജയത്തിൻ്റെ കൊടി, എൻ്റെ ജയത്തിൻ്റെ കൊടി. യേശുവിൻ്റെ നാമത്തിൽ ജയത്തിൻ്റെ കൊടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. റഗനെ, ഹദന, ശബന. കരങ്ങളെ, ഇരു കരങ്ങളെയും ശിരസിൻ്റെ മുകളിൽ ഉയർത്തിയിട്ടൊന്ന് ചേർത്തടിച്ചേ. അല്പസമയം ശക്തിയോടെ ചേർത്തടിച്ചേ, നല്ല ശക്തിയോടെ ചേർത്തടിച്ചേ. ജയത്തിൻ്റെ കൊടി. യഹോവ നിസി, എൻ്റെ ജയത്തിൻ്റെ കൊടി. യഹോവ നിസി, എൻ്റെ ജയത്തിൻ്റെ കൊടി. യഹോവ നിസി, എൻ്റെ ജയത്തിൻ്റെ കൊടി. ദൈവം എൻ്റെ ജയത്തിൻ്റെ കൊടിയാ, എൻ്റെ ജയത്തിൻ്റെ കൊടിയാണ്, എൻ്റെ ജയത്തിൻ്റെ കൊടിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം എൻ്റെ ജയത്തിൻ്റെ കൊടിയാണ്. യഹോവ നിസി. മറക്കരുത് പേരുകൾ. എന്നെ കാണുന്ന ദൈവം എൽ റോയി. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം എൽ എലിയോൺ. എന്നെ പരാജയങ്ങളെ മാറ്റുന്ന ദൈവം യഹോവ നിസി. എന്നെ സൗഖ്യമാക്കുന്ന ദൈവം യഹോവ റാഫ. എനിക്കായി കരുതുന്ന ദൈവം യഹോവ ഈരേ. സർവശക്തനായ ദൈവം എൽ ശദായി. എല്ലാവരും ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ആരും ഇന്ന് രാത്രി യഹോവയുടെ നാമം ബലമുള്ള ഗോപുര, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് എന്തു ചെയ്യും? ഓടിച്ചെല്ലും. വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത് അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത് അധ്യായം. 6-ാമത് അധ്യായം. 6-ാമത് അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. യഹോവ അവനോട്, 6-ാമത് അധ്യായത്തിൻ്റെ 23-ാം വാക്യം, ജഡ്ജസ്. യഹോവ അവനോട്, നിനക്ക് ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളിച്ചെയ്തു. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് അതിനെന്തെന്ന് പേരിട്ടു? യഹോവ ശാലോം. യഹോവ ശാലോം, യഹോവ എൻ്റെ സമാധാനം എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. 7-ാം അധ്യായം. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാമത് അധ്യായം. അനന്തരം ഗിദെയോൻ എന്ന യെരുബ്ബാലും അവനോട് കൂടി ജനമൊക്കെ അധികാലത്ത് പുറപ്പെട്ട് ഉറവിനരികെ പാളയം ഇറങ്ങുകയാണ്. യഹോവ ഗിദെയോനോട് പറഞ്ഞു, നിന്നോട് കൂടെയുള്ള ജനം എന്താകുന്നു? അധികമാകുന്നു. അതുകൊണ്ട് എൻ്റെ കൈ എന്നെ രക്ഷിച്ചുവെന്ന് ഇസ്രായേൽ എൻ്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരവും ഉണ്ടെങ്കിൽ അവർ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തോട് പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ജനത്തിൽ 20,000 പേര്
മടങ്ങിപ്പോയി. പിന്നെ എത്ര പേര് ശേഷിച്ചു? 10,000 പേര് ശേഷിച്ചു. അതപ്പം ദൈവം ഗിദെയോനോട് പറഞ്ഞു, ജനം ഇനിയും എന്താകുന്നു? നീ ആ വെള്ളത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ച് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെ ഒക്കെ വേറെയും, കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെ വേറെ നിർത്തുക. കൈ വായിക്ക് വെച്ച് നക്കി കുടിച്ചവർ ആകെ എത്ര പേരായിരുന്നു? 300 പേരായിരുന്നു. അവരെ കൊണ്ടാണ് യുദ്ധത്തിന് പോകുന്നത്. ആണോ? എന്താ കാര്യം എന്നറിയാമോ? യഹോവ ശാലോം, എൻ്റെ സമാധാനമാണ്. സമാധാനം. ഹല്ലേലൂയ. സമാധാനം. ഇന്ന് ലോകത്ത് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. സങ്കീർത്തനം 4:8. ഇന്ന് ലോകം അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം. സങ്കീർത്തനം 4:8. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കും. ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കും. ലോകത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ് ഇൻസോമാനിയ, ഉറക്കമില്ലായ്മ. ഒത്തിരി പേര് ഉറക്കമില്ലായ്മയുടെ ഒരു ലോകത്തൂടാണ് പോവുക. സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് എടുത്ത് ഉറങ്ങുന്നവരുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ്. എന്തുകൊണ്ടാണ്? സമാധാനക്കേടാണ്. ഇവിടെ ഈ ജനത്തെയുമായിട്ട് വരികയാണ്. പറഞ്ഞു 30,000 പേര് കാണും. അതുകൊണ്ടാണ് 20,000 പേര് എന്ത് ചെയ്തു? പോയി. പിന്നെ എത്ര പേരേ ഉള്ളൂ? 10,000 പേർ. ഈ 10,000 പേരെയും കൊണ്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് വെള്ളത്തിനരികെ പോകാൻ പറഞ്ഞു. എങ്ങനെ നക്കി കുടിക്കുന്ന പോലെ? ശ്രദ്ധിക്കണേ. എങ്ങനെ? പട്ടി അങ്ങനെയല്ല, വെള്ളം നക്കി കുടിക്കുന്ന പോലെ കുടിക്കുന്നവർ. അങ്ങനെയാണോ? വെള്ളത്തിൽ എഴുതിക്കേണ്ട. അങ്ങനെ അവർ ജനത്തെ പട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെ വേറെയും, കൈ വായിക്ക് വെച്ച് കുടിക്കുന്നവരെയും മാറ്റാൻ പറഞ്ഞു. കൈ വായിക്ക് വെച്ച് കുടിച്ചവർ എത്ര പേരായിരുന്നു? 300. അപ്പോൾ എത്ര പേര് മാറിപ്പോയി? കണക്ക് അറിയത്തില്ല. കാനഡയിലാ, കാൽക്കുലേറ്റർ എടുത്തില്ല. 9,700 മാറിപ്പോയി. എന്തായിരിക്കും സംഭവിച്ചത് ഇവിടെ? പട്ടി എങ്ങനെ നിൽക്കുക? 4 കാലം നിൽക്കുന്നു, വെള്ളം നക്കി കുടിക്കുന്നു. എനിക്കൊന്ന് കാണിക്കണമെന്നുണ്ട്. ഞാനത് ചെയ്ത് നോക്കിയാണ്. ഒരു ബേസം കൊണ്ട് വെക്കുക, ബേസം കൊണ്ട് വീട്ടിൽ വെക്കുക. ഇന്ന് പോയിട്ടൊന്നും ചെയ്യുക. ബേസം കൊണ്ട് വെക്കുക, 4 കാലം നിൽക്കുക, നക്കി കുടിക്കുക. നിങ്ങൾ ആ വെള്ളത്തിൽ ആരെ കാണും? ആരെ കാണും? നമ്മളെ കാണും. നമ്മളെ കണ്ട എന്തോന്ന് സമാനം കിട്ടാനാ? അതാണ്. നീ നിന്നിലേക്ക് നോക്കി നിന്നെ കണ്ടുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഒരു യുദ്ധവും നടക്കത്തില്ല. പക്ഷെ കൈ എടുത്തിട്ട് നക്കി, ഇച്ചിരി തേന ഒഴിച്ചിട്ട് നക്കി നോക്കിക്കേ, കണ്ണെങ്ങോട്ട് പോവും? മേലിലോട്ട് പോവും. അത് ഇത്രയേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. നിന്നിലേക്ക് നോക്കരുത്, ഒരു സമാധാനവും കിട്ടത്തില്ല. നമ്മുടെ സാഹചര്യത്തിൽ നോക്കരുത്, ഒരു സമാധാനവും കിട്ടത്തില്ല. പക്ഷെ ആരിലേക്ക് നോക്കണം? ഉയരത്തിങ്കിലേക്ക് നോക്കിയാൽ. നമ്മിലേക്ക് നോക്കരുത്. നമ്മിലേക്ക് നോക്കിയാൽ ശത്രു പറയും, നിന്നെ എന്തിനു കൊള്ളാം? യു ആർ ഗുഡ് ഫോർ നത്തിങ്. നീ പരാജയപ്പെട്ടവനാണ്, നീ കൊള്ളത്തില്ല, നീ നല്ലവനല്ല, നീ ശരിയാകില്ല, നിനക്കൊന്നും നടക്കത്തില്ല. പക്ഷേ നീ എന്നിലേക്ക് നോക്കിക്കോ. എന്നിലേക്ക് നോക്കുന്നവർക്ക് കിട്ടുന്ന ഒന്നുണ്ട്, അതാണ് ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറയുക. എപ്പോഴും ഒരു കാര്യം ഓർക്കണം, ആരിലേക്ക് നോക്കരുത്? പറഞ്ഞേ, നമ്മിലേക്ക് നോക്കരുത്. എന്നിലേക്ക് നോക്കിയാൽ എനിക്കെങ്ങനെ സമാധാനം നുരഞ്ഞു പൊങ്ങുന്നുള്ളവരൊന്ന് കൈ ഉയർത്താം. ഞാൻ എന്നിലേക്ക് നോക്കിയാൽ എനിക്ക് ഭയങ്കര സമാധാനമാണ്. അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്താവോ? ഇല്ല. ഉണ്ടോ? ഇല്ല. നമ്മളിലേക്ക് നോക്കിയാൽ ഉള്ള സമാധാനം കൂടെ പോവും. പക്ഷെ ആരിലേക്ക് നോക്കണം? ദൈവത്തെങ്കിലേക്ക് നോക്കണം. ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും, അങ്ങല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അതുകൊണ്ടാണ് യഹൂദ പുരുഷന്മാരൊക്കെ തമ്മിൽ കാണുമ്പോൾ അവർ പരസ്പരം അഭിവാദം ചെയ്തുകൊണ്ടിരുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? ശാലോം. ശാലോം, സമാധാനമാണ്. ഇന്ന് സമാധാനമില്ലാത്ത മനുഷ്യർ. വായിക്കാം സങ്കീർത്തനം 29:11. സങ്കീർത്തനം 29:11. ഹല്ലേലൂയ. സങ്കീർത്തനം 29:11. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാമത് അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത് അധ്യായം
27-ാമത്തെ തിരുവചനം കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. നിങ്ങളുടെ ഹൃദയം ഭ്രമിക്കരുത്, കലങ്ങരുത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എന്ത് തരും? സമാധാനം തരും. അതിനൊറ്റ കാര്യം നമ്മൾ ചെയ്യണം. ആരിലേക്ക് നോക്കരുത്? നമ്മിലേക്ക് നോക്കരുത്. ആരിലേക്ക് നോക്കുക? കർത്താവെങ്കിലേക്ക് നോക്കുക. ഇന്ന് രാത്രി കണ്ണുകളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കേ. മനസ്സുകൊണ്ട് കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കേ. എൻ്റെ കണ്ണുകളെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. കണ്ണുകളെല്ലാം ദൈവസന്നിധിയിലേക്ക് മനസ്സൊന്ന് ഏകാഗ്രമാക്കി കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ സങ്കടങ്ങളെയും നിന്നിലേക്ക് നോക്കി നിരാശപ്പെടുന്നവർ, തന്നിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കുന്നവരെല്ലാം എൻ്റെ ദൈവത്തിങ്കിലേക്ക് കണ്ണുകളെ ഉയർത്തി ഈ രാത്രിയിലൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം, അങ്ങ് ജീവനുള്ള ദൈവമാണ്, അങ്ങ് ജീവനുള്ള ദൈവം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. നാം നമ്മിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരിക്കലും മക്കൾ ഉണ്ടാകത്തില്ല. അത് നമ്മിലേക്ക് നോക്കിയാൽ അത് നമുക്കറിയാം. ഡോക്ടർ പറഞ്ഞു ഇന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമങ്ങൾ പറഞ്ഞു ഇന്ന പോലെ കാര്യങ്ങൾ പോകത്തുള്ളൂ. എന്നാൽ നീ നിന്നിലേക്ക് നോക്കി ചഞ്ചലപ്പെടരുത്. എന്നിലേക്ക് നോക്കി ബലപ്പെടണം. നിന്നിലേക്ക് നോക്കി, സാഹചര്യത്തിലേക്ക് നോക്കി. ഇന്ന് രാത്രി ചാഞ്ചല്യം അനുഭവിക്കുന്നവർ കണ്ണുകളെല്ലാം ദൈവത്തെങ്കിലേക്ക് ഉയർത്തി പറഞ്ഞേ, ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാ. നിന്നിലേക്ക് നോക്കരുത്, സാഹചര്യത്തിലേക്ക് നോക്കരുത്, ഉയർത്തിയിടും പരാജയങ്ങളിലേക്ക് നോക്കരുത്, തടസ്സങ്ങളിലേക്ക് നോക്കരുത്, അസാധ്യങ്ങളിലേക്ക് നോക്കരുത്. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഓ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരി. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ പേര് യഹോവ ശാലോം. ഓരോന്നും മറക്കരുത്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് എന്ത് ചെയ്യും? ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ ശാലോം. വായിക്കാം, വേഗത്തിൽ വായിക്കാം. സങ്കീർത്തനം 84:2. സങ്കീർത്തനം 84:2. സങ്കീർത്തനം 84:2. എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. എന്റെ ഹൃദയം എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി എന്ത് ചെയ്യുന്നു? ഘോഷിക്കുന്നു. നമ്മുടെ ദൈവം ആരാണ്? ജീവനുള്ള ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. വായിക്കാം, ആ ദൈവത്തിന്റെ പേര് എൽകാഹി. എഴുതുന്നവർ ELCHAY, എൽകാഹി, എൽകാഹി. ദാനിയേൽ പ്രവചനം 6-ാമത് അധ്യായം. ദാനിയേൽ പ്രവചനം 6-ാമത് അധ്യായത്തിലേക്ക് വന്നിട്ട്, ദാനിയേൽ പ്രവചനം 6-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ
അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാറും ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. രാജാവ് ദാനിയോട് സംസാരിച്ചു, നീ ഇടപെടാതെ 6:16 സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചവർ കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിക്കൽ വെച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കുകയാണ് രാജാവ് തൻ്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. 6:18 പിന്നെ രാജാവ് രാജസന്ധി ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവൻ്റെ സന്ധി വെപ്പാട്ടുകളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെത്തിയപ്പോൾ ദുഃഖശബ്ദത്തോട് ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരുടെ വായടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവെ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ലെന്ന് അർപ്പിച്ചു. ഹല്ലേലൂയ. രാജാവും ദാനിയേലിനോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. 20 ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ദാനിയേൽ മറുപടി പറയുകയാണ്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ചേർന്ന് പറഞ്ഞ് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ച് ഒന്ന് ഉറക്കെ അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ധൈര്യത്തോട് പറഞ്ഞ്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയക്കും. എൻ്റെ ദൈവം ആരെ അയക്കും? തൻ്റെ ദൂതനെ അയക്കും കേട്ടോ. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി അയക്കും. എന്തിനാ? ജീവനുള്ള ദൈവം, ഏൽക്കാഹി, ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം എന്ത് ചെയ്യും? എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാ. കരമടിച്ച് സ്തുതിച്ച്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയക്കും കേട്ടോ. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയക്കും. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ നമുക്ക് വേണ്ടി അയക്കും. സിംഹങ്ങളുടെ വായിൽ നിന്ന് വിടുവിക്കാൻ കഴിയുള്ള ദൈവത്തിൻ്റെ പേരാണ് എൽകാഹി. എൽകാഹി. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, എൽകാഹി. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയക്കും. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയക്കും. എന്തിനാ? സിംഹങ്ങൾ നിനക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. സിംഹത്തിൻ്റെ വായെ അടയ്ക്കാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിൻ്റെ പേരാണ് ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച്. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്കാണ്. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയക്കും കേട്ടോ. നെഞ്ചത്ത് കൈവച്ചങ്ങ് പറയണം, എൻ്റെ ദൈവം ആരെ അയക്കും? തൻ്റെ ദൂതനെ അയക്കും. എൻ്റെ ദൈവം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്തൊരു ഇൻറ്റിമസിയൊക്കെ വേണം. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയക്കും. എന്തിനാ? സിംഹത്തിൻ്റെ വായ അടയ്ക്കാൻ. കരമടിച്ച് സ്തുതിച്ച്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയക്കുന്ന ജീവനുള്ള ഒരു ദൈവത്തെ നാം ആരാധിക്കുന്നവരാണെങ്കിൽ ആ ദൈവത്തിൻ്റെ പേരാണ് എൽകാഹി. ഹല്ലേലൂയ. 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 അവർ ജീസസ് ഈസ് അലൈവ്. നാം ആരാധിക്കുന്നത് മരിച്ച ദൈവത്തെ അല്ല, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. 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 എന്നാൽ ഈ ദൈവം നോക്കൂ, എൽകാഹിയായ ദൈവം. ഹല്ലേലൂയ. യഹോവ ഇരയായ ദൈവം, യഹോവ നിസിയായ ദൈവം, യഹോവ ശമ്മയായ ദൈവം. യഹോവ ശമ്മ, എസ്.കെ. പ്രവാചകൻ പറയുന്നു, അവൻ ശമ്മയാണ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. പുതിയ നിയമത്തിൽ നാം കാണുന്നു, ഈ ദൈവം ഇമ്മാനുവേലാണ്. അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടിയിപ്പാൻ ഇരിക്കൊണ്ട് നാം അവൻ എന്തെന്ന് പേരിടണം? യേശു എന്ന് പേരിടണം. ഇതെല്ലാം ദൈവത്തിൻ്റെ പേരുകൾ. ഹല്ലേലൂയ. യഹോവ ഈരേ, യഹോവ ശമ്മ, യഹോവ നിസി, യഹോവ ശാലോം, യഹോവ ഇരേ, യഹോവ റഫ, എൽ ശദ്ദായി, എലിയോൺ, യഹോവ റോയി. ഇതെല്ലാം ദൈവത്തിൻ്റെ പേരുകളാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിലും വലിയൊരു പേര്, ഇതെല്ലാം കൂടിയായ ദൈവത്തെ വിളിക്കാൻ പഠിപ്പിച്ച ഒരു പേരുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഇഷ്ടം. ഹല്ലേലൂയ. ദൈവം പഠിപ്പിച്ചു ഈ ദൈവത്തെ എന്തെന്ന് വിളിക്കാൻ? പിതാവേ എന്ന് വിളിക്കുവാൻ. തിബരിയാസിൻ്റെ കടൽ
കടൽക്കരയിൽ ഒരു വല്ലാത്ത ശൂന്യത, തിബരിയാസിൻ്റെ കടൽക്കരയിൽ ശൂന്യത അനുഭവിച്ച ഈ മക്കളെല്ലാം കൂടെ കടലിൽ പോയിട്ട് ഒന്നും കിട്ടാതെ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ പരാജയത്തിൻ്റെ, ഹല്ലേലൂയ, സങ്കടത്തിൻ്റെ, ശൂന്യതയുടെ, ഹല്ലേലൂയ, നിരാശയുടെ പടുകുടിപ്പെട്ട കുറച്ച് പേര് പ്രഭാതത്തിൽ തിരിച്ചു വരുമ്പോൾ കടൽ തീരത്ത് നിൽക്കുന്നുകൊണ്ട് വിളിക്കുന്ന ഒരു പിതാവുണ്ട്. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ആ ദൈവത്തിൻ്റെ പേരാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അബ്ബാ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവത്തെ വിളിക്കാൻ യേശു പഠിപ്പിച്ച ഏറ്റവും നല്ല പേര് പിതാവേ. കാൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ പദവി തന്നെങ്കിൽ ഇതെല്ലാം ആയ ദൈവം എൻ്റെ പിതാവാണെന്നുള്ള ബോധ്യം ആരിലൂടെ? യേശുവിലൂടെ ഈ ദൈവം നമ്മുടെ പിതാവായി മാറുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, ഈ ദൈവം നമ്മുടെ പിതാവാണ്. ഈ ദൈവം എൻ്റെ അബ്ബായാണ്. നെഞ്ചത്ത് കൈവച്ചെന്ന് പറയാമോ? ഈ ദൈവം എൻ്റെ അബ്ബായാണ്. എങ്ങനെ? യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, അവന് രക്തത്താൽ കഴുകപ്പെടുമ്പോൾ, കർത്താവായി യേശുവിനെ നാം ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഈ ദൈവം നമുക്ക് പിതാവായി മാറുകയാണ്. ഹല്ലേലൂയ. സമയഭേദം കൂടാതെ അടുത്ത് എന്ന് അബ്ബാന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ പദവി നമുക്ക് തന്ന ദൈവം, ഈ ദൈവം നമുക്ക് പിതാവാണ്. ഇന്ന് രാത്രി എൻ്റെ പ്രിയമുള്ളവരെ, അകന്നിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല, അകന്നിരിക്കുന്ന അടുത്ത് എല്ലാം കഴിയാത്ത ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. സമയഭേദം കൂടാതെ അടുത്ത് എന്ന് വിളിക്കാൻ ഒക്കുന്ന ദൈവം എന്ത്? അബ്ബാ എന്ന് വിളിക്കുവാൻ ഒക്കുന്ന ദൈവം. ഈ ദൈവം എൻ്റെ അബ്ബായാണ്. ഈ ദൈവം എൻ്റെ അബ്ബായാണ്. എനിക്ക് ദൈവത്തെ ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മളെല്ലാവരും പരിചയപ്പെട്ടത് അങ്ങനെയൊക്കെയാണ്. അവിടുത്തെ കയ്യിൽ കോടാലിയുണ്ട്, അവിടുന്ന് വെട്ടിക്കളയും, അങ്ങനെയല്ലേ നാം കേട്ടതെല്ലാം. അത് സത്യമാണ്, ഒരു സൈഡാണ്. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, വെടിവെപ്പാൻ ആരും ഉണ്ടാകുകയില്ല. അപ്പം അവൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. ഇതെല്ലാം സത്യമാണ്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഓരോ ദിവസവും കർത്താവിനെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകുന്നു, ഈ ദൈവം നമ്മുടെ പിതാവാണ്. എന്ത് പിതാവാ? ചോദിക്കും മുമ്പ് നമ്മുടെ ആവശ്യം അറിയുന്നൊരു പിതാവ്, സ്നേഹം കൊണ്ട് നമ്മളെ മൂടുന്ന പിതാവ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നു, ആ ദൈവത്തിൻ്റെ പേര് സ്നേഹമെന്നാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. ഈ ദൈവം എൻ്റെ അബ്ബായാണ്. കണ്ണുകളെല്ലാം അടച്ചേ. ഈ ദൈവം എൻ്റെ അബ്ബായാണ്. ഈ ദൈവം എൻ്റെ അബ്ബായാണ്. ഒരു പരിധിവരെയൊക്കെ ഈ എളിയവനും ദൈവത്തെ പേടിയായിരുന്നു. ഇപ്പോഴും പേടിയാ. എങ്കിലും കാലങ്ങൾ കടന്നു പോകുമ്പോൾ, കൂടുതലെടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, ഈ ദൈവം എൻ്റെ പിതാവാ. എന്തിനും ഏതിനും വഴക്ക് പറയാൻ മാത്രം ഇരിക്കുന്ന ഈ പിതാവല്ല. ഒരു പക്ഷേ മലയാളി സമൂഹത്തിന് ഒത്തിരി പേരെ എനിക്കറിയാം. പിതാവെന്നൊക്കെ കേട്ടാൽ ഭയങ്കര പേടിയുള്ള ഒത്തിരി മക്കളുണ്ട്. കുടിച്ചു വരുന്ന അപ്പൻ, വലിച്ചു കീറുന്ന അപ്പൻ. പക്ഷെ ഞാൻ കേട്ട വലിയൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, ആ മകന് കെനിയനാണ്, ആഫ്രിക്കൻ കെനിയനായ ഈ സുഹൃത്ത് ഇന്ത്യയിൽ വന്നാണ് പഠിച്ചത്, മാസ്റ്റേഴ്സ് എടുത്തത് മൈക്രോബയോളജിയിൽ. അദ്ദേഹം ഒരു നല്ല പ്രഭാഷകനും ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ്സൊക്കെ ഓപ്പറേറ്റ് എക്സസൈസ് ചെയ്യുന്ന ഒരു സഹോദരനാണ്. അങ്ങനെ നല്ല അടുത്തൊരു ബന്ധമുണ്ടായി. പലപ്പോഴും അദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഈ എളിയദാസനിടയായിട്ടുണ്ട്. അദ്ദേഹം വളരെ ശക്തമായി ശുശ്രൂഷ ചെയ്യുക, അതിശക്തമായ ശുശ്രൂഷ. കാത്തിരിക്കും ജനം. ചെറുപ്പക്കാരനാണ്, തീയാണ്, കൂടെ നിൽക്കാൻ പാടാ, അത്ര അതിശക്തമാണ്. മണിക്കൂറുകൾ അന്യഭാഷയെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ശുശ്രൂഷിക്കുന്നത്. ഞാൻ ഈ സഹോദരന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് പുള്ളി പറഞ്ഞു, നിങ്ങൾ കാണുന്നതല്ല എൻ്റെ മുഖം, എൻ്റെ ചരിത്രം. നിങ്ങളൊരു പക്ഷേ വലിയ ആദരവോടെ കാണുന്ന ഞാൻ, എൻ്റെ ബാല്യവും എൻ്റെ ജീവിതവും അതൊന്നുമല്ല. ഞാൻ ഒരനാഥനായി ജനിച്ചതാണ്. കാരണം അപ്പൻ ആരാന്നറിയില്ല. ആരോ എവിടെയോ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ നിക്ഷേപിച്ചു. അപ്പനറിയാതെ ജനിച്ചവനാണ് ഞാൻ. അപ്പൻ ആരെന്നറിയാതെ ജനിച്ചവൻ. അതുകൊണ്ട് തന്നെ വല്ലാതെ നൊമ്പരമായിരുന്നു ബാല്യം. ആ മകൻ പറയുക, ഞാൻ പരിഭാഷപ്പെടുത്തുക, ഫീസ് അടയ്ക്കാൻ ആരുമില്ല, സ്കൂളിൽ കൊണ്ടുവിടാൻ ആരുമില്ല. അമ്മ വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ വളർത്തിയത് കൊണ്ട് പലപ്പോഴും ഫീസ് അടയ്ക്കാച്ചുകൊണ്ട് സ്കൂളിൻ്റെ വരാന്തയിൽ നിന്നു. കീറിയ നിക്കറുകൾ കാണുക കൂട്ടുകാരെ കളിയാക്കി.
പക്ഷേ 10ാം ക്ലാസ് എടുക്കാറായപ്പോൾ താൻ കർത്താവിനെ രക്ഷകനായി കണ്ടു. അന്ന് മുതൽ ദൈവം തനിക്ക് പിതാവായി. പിന്നെ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി അമ്മയെ കഷ്ടപ്പെടുത്തില്ല, ഒറ്റ കാര്യം അമ്മയോട് ചോദിക്കത്തില്ല. തീരുമാനിച്ചു എല്ലാം ദൈവത്തോട്, പിതാവിനോട്. അങ്ങനെ പഠിച്ചു, ഇന്ത്യയിൽ വന്ന് പഠിച്ചു, മിടുക്കനായി, വലുതായി. അരോഗതടകാത്തനായ ചെറുപ്പക്കാരൻ താൻ പറയുകയാണ്, ഒരിക്കൽ നേരിട്ട് തൻ്റെ പിതാവിനെ കണ്ടു. ഒരിക്കൽ പോലും കാണാത്ത പിതാവിനെ ജീവിതത്തിൽ ആദ്യം കണ്ടു. അനാഥനായി കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് ഇരുട്ടിൻ്റെ മറവിൽ മറഞ്ഞു പോയ അപ്പനെ കാണുക. ഇതാണ് എൻ്റെ അപ്പൻ. അപ്പൻ ഇവനെ കണ്ടപ്പം പേടിച്ചു പോയി. ഏത് നിമിഷവും കഴുത്തിന് ഞെക്കുമെന്നുള്ള പേടി വന്നു. അപ്പനെ കഴുത്തിന് ഞെക്കുമെന്നൊരു പേടി. പക്ഷേ ഈ മോൻ അപ്പനെ ഞെക്കിയില്ല. ഈ മോൻ അപ്പനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഏറ്റവും അടുത്ത ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടുപോയി ഏറ്റവും നല്ല ഉടുപ്പ് മേടിച്ചു കൊടുത്തു. അപ്പോൾ ഇത് മേടിക്ക്. എന്നിട്ട് അടുത്ത ഹോട്ടലിൽ കൊണ്ടുപോയി ബൊഫേ മേടിച്ചു കൊടുക്കുക. ഈ അപ്പൻ ചോദിച്ചു, നീ എന്നെ നീ എന്നെ ഇതിനെ കൊല്ല ചെയ്യുന്നേ? നീ എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ല ചെയ്യുന്നേ? ആ മകൻ അപ്പനോട് പറഞ്ഞു പോലും, അപ്പൻ എനിക്ക് മുട്ടായി മേടിച്ച് തന്നിരുന്നെങ്കിൽ, അപ്പൻ എൻ്റെ ഫീസ് അടച്ചിരുന്നെങ്കിൽ, എല്ലാ മക്കളെപ്പോലെ എന്നെ ബൈക്കിൽ കൊണ്ടുവന്ന് സ്കൂളിൻ്റെ വാതൊക്കെ വിട്ടിട്ട് കയറിപ്പോന്നിടം വരെ ടാറ്റ കാണിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ലാക്കുണ്ടായേനെ. ഈ അപ്പനെ എനിക്കിങ്ങനെ അറിയാനൊക്കത്തില്ലായിരുന്നു. അപ്പൻ എനിക്ക് നിഷേധിച്ചത് കൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എല്ലാ അപ്പനോട് ചോദിച്ച് മേടിക്കാൻ ഈ ദൈവം എനിക്ക് അപ്പനായി. അതുകൊണ്ട് എനിക്ക് അപ്പനോട് പണക്കില്ല. നിഷേധിക്കപ്പെട്ട സ്നേഹം മുഴുവൻ വാരിക്കൊരു തന്ന ഒരപ്പനെ എനിക്കറിയാം. ഈ ദൈവം എൻ്റെ അപ്പനാ, എൻ്റെ അപ്പായ. കണ്ണടച്ചിട്ട് ഉറക്ക വിളിച്ച് എൻ്റെ അപ്പായ. The very word which you like to call your dad. എൻ്റെ അപ്പായ. അതുകൊണ്ടൊക്കെയല്ലേ പരമസാധുവായ ഭക്തൻ മലങ്കര നിന്നുകൊണ്ട് പാടുന്നത്, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാദ്രവാൻ. എനിക്കറിയാം എൻ്റെ ദൈവം എലിച്ചതായ യഹോവ റാഫയ, യഹോവ ശമ്മയ. ഇതെല്ലാം സത്യമാ. പക്ഷെ ഇതെല്ലാമായ ദൈവം, ഈ ദാസൻ, ഈ മകൻ തളർന്നുറങ്ങുന്ന എത്രയോ രാത്രികളിൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നറിയാം. സാരമില്ലെന്ന് പറയാൻ, തലോടാൻ. എനിക്കൊരു കർത്താവിനെ അറിയാം. ഈ ദൈവം എൻ്റെ അപ്പായ. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഇന്ന് രാത്രി, ഈ കൺവെൻഷൻ്റെ സമാപന രാത്രി, ഹൃദയത്തിൽ നിന്ന് വിളിക്കാമോ അബ്ബായിയെന്ന്? ഹൃദയത്തിൽ നിന്ന് വിളിച്ചേ അബ്ബായിയെന്ന്. കണ്ണുകളെല്ലാം അടച്ചേ. ഈ അബ്ബായിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്ന ഒരബ്ബായ. ചോദിക്കും മുമ്പ്, ഈ അബ്ബായുടെ പ്രത്യേകത അതാ. ചോദിക്കും മുമ്പ് അബ്ബ എല്ലാം അറിയും. ഇതെൻ്റെ അനുഭവമാണ്. ഞാനൊരു രാത്രി വല്ലാതെ പേടിച്ചു. നിങ്ങൾ സാറിനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, പാനിക് അറ്റാക്ക് എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു ഭയം എന്നെ ബാധിച്ചു, ഭയം എന്നെ പിടിച്ചു. ഞാനങ്ങനെ പേടിക്കുന്ന ഒരാളല്ല. വലിയ പ്രതിസന്ധിയിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പൊതുവേ ഞാനങ്ങനെ പെട്ടെന്ന് ഭയക്കത്തില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ ഭയപ്പെട്ടു. പ്രളയം കഴിഞ്ഞുള്ള ഒരു സമയം, ഒരു ഭീകര പൈശാചിക ആക്രമണം പോലെ ഒരു ഭയം എന്നെ പിടിച്ചു. ഞാൻ ഹോളി വന്നിരുന്നു, ആരുമില്ല. എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു, അദ്ദേഹം വന്നു. രാത്രി 3 മണി വരെ എൻ്റെ കൂടെ ഇരുന്നു. അപ്പം ഞാൻ ബ്ലസ്സിയോട് പറഞ്ഞു, ഞാൻ ഹോളിലായിരിക്കും കിടക്കുക, ഞങ്ങൾ കൂട്ടുകാരുണ്ട്, പ്രാർത്ഥിക്കാതിരിക്കുക. പ്രാർത്ഥിച്ചു. അദ്ദേഹം പക്ഷേ വെളുപ്പിനെ 3 മണിയായപ്പം പോയി. ഞാൻ ഒറ്റയ്ക്ക് ഹോളിൽ. ഭയങ്കര ഭയമാണെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. ഞാൻ വെളുപ്പിനെ ആയപ്പം ഒന്ന് കണ്ണടച്ചപ്പം ബ്ലസ്സി വന്ന് എന്നെ വിളിച്ചു. ഒരാൾ വന്നിരിക്കുന്നു, മുറ്റത്ത് ഇരിക്കുന്നു, ആരെന്നറിയില്ല. അച്ഛനൊക്കെ തപ്പി വന്ന നേരം പരവരാ വിളിക്കുന്നു. ഞാൻ ഓടിച്ചെന്നു. കണ്ടപ്പോൾ എനിക്കൊരു 10-15 വർഷം മുമ്പ് കണ്ട ഒരു സഹോദരനാണ്. ഞാൻ ചെന്ത് പറ്റി? ഒന്നുമില്ല പ്രിൻസ് പാസ്റ്ററെ, വെളുപ്പിനെ ഞാൻ പാസ്റ്റർ ഇവിടെ കാണുമല്ലോ, എങ്ങനെ പോകുന്നതിന് മുമ്പ് ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാ. ആണോ? ഒന്നുമില്ല. ശരി, എന്നാൽ പ്രാർത്ഥിക്കാം. അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ചോദിച്ചു, ഇന്നലെ രാത്രി പേടിച്ചോ? ഞാൻ ചോദിച്ചാൽ എന്നാ കാര്യം, സത്യം പറ, പേടിച്ചോ? ഞാൻ പറഞ്ഞു പേടിച്ചു. ഞാൻ ചോദിച്ചാൽ എന്നാ? 2 മണിയായപ്പം കർത്താവ് എന്നെ തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞു പ്രിൻസ് പേടിച്ചിരിക്കുക, നീ വെളുപ്പിനെ എന്ന് പറയണം, പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോളാൻ. ഈ അപ്പനുണ്ടല്ലോ, ഈ അപ്പൻ പറയാതെ അറിയുന്ന ദൈവം. ഇങ്ങനൊരു അപ്പനുള്ളപ്പോൾ എന്തിനാ പേടിക്കുന്നേ?
കണ്ണടച്ച് ഉറക്കം വിളിച്ചേ, എൻ്റെ അപ്പായേ, എൻ്റെ അപ്പായേ. ഒരാൾ പോലും കണ്ടങ്ങളിൽ നിന്ന് ആ ശബ്ദം വരാതിരിക്കരുത്. കണ്ണുകളെല്ലാം അടച്ച് രാത്രി അപ്പൻ്റെ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ ഒത്തിരി പേരെ ആ സ്നേഹം കൊണ്ട് മുടുവാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്തവർ മുഴങ്കാലം ഇരുന്നാട്ട്. പ്രായമുള്ളവരാരും ഇരിക്കില്ല, ആരോഗ്യമുള്ള മക്കൾ മാത്രം. കുഞ്ഞുങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല, തടിയൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ മാത്രമേ, പ്രായമുള്ളവരൊന്നും ഇരിക്കരുത്, അവർ റിസ്ക് എടുക്കരുത്. ഒക്കുന്ന മക്കളൊക്കെ ഒന്ന് മുട്ടയുന്നേ. എന്നിട്ട് ഇങ്ങ് വിളിക്കുക, അപ്പായെന്ന് വിളിച്ചേ. ഈ അബ്ബാന്ന് വിളിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ? വാ നിറച്ച് നമ്മുടെ മക്കളൊക്കെ അപ്പാന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ചങ്കിങ്ങനെ തുടിക്കത്തില്ലേ? ചങ്കിങ്ങനെ തുടിക്കത്തില്ലേ? ഇതുപോലൊക്കെ തന്നെ നമ്മുടെ അപ്പായി. അപ്പനാരെന്നറിയാത്ത എൻ്റെ സഹോദരൻ പറയുക, അതുകൊണ്ടാണ് ഈ അപ്പനെ അറിഞ്ഞെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ അപ്പനെ അറിഞ്ഞത്. ഇതേ എൻ്റെ അപ്പായല്ലേ, ഇതേ എൻ്റെ അപ്പായ, ഇതേ എൻ്റെ പിതാവ്. ഞാൻ അപ്പനില്ലാത്തവനല്ല, എനിക്കൊരപ്പനുണ്ട്. സ്നേഹം കൊണ്ട് മൂടുന്നൊരപ്പൻ, ചേർത്ത് പിടിക്കുന്നൊരപ്പൻ. പിതാവേ, അബ്ബായേ, ഞങ്ങളുടെ അബ്ബായേ, അവർ ഹെവൻലി അബ്ബാ, വി ലവ് യു. സ്തുതിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ദൈവസന്ധ്യ എഴുന്നേറ്റ് ഇന്ന് നമുക്ക് ദൈവത്തെ ചേർന്ന് സ്തുതിക്കാം.